ഹലോ. മെയ്സ് ലേണിംഗിന്റെ ഡിജിറ്റൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ, ഒക്ടോബർ മാസത്തെ എക്സ്പെൻസുകൾ ഓരോ ആഴ്ചയിലെയും വേർതിരിച്ച് ഒരു ടേബിളിൽ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിളിന്റെ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ ഈ ടേബിൾ വെച്ചിട്ട് തന്നെ എക്സലിലെ വേറെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഗ്രാഫായിട്ടോ ഒരു ചാർട്ടായിട്ടോ ഇതിനെ മാറ്റണം. അതെങ്ങനെ നോക്കാം. അതുപോലെ തന്നെ ഓരോ ഐറ്റം, ഇപ്പൊ ഫുഡ്, ഓരോ ആഴ്ചയിലും എത്ര ചിലവായി നമ്മൾ ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു മാസം ഓരോ ഐറ്റം എത്ര ചെലവ് വന്നു എന്നുള്ളത് എങ്ങനെ കാണാം, ഇതിന്റെയൊക്കെ സമ്മ് എങ്ങനെ കാണാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ടേബിൾ എല്ലാവരും ആ, വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ. സോ ഇനി നമുക്ക് ആദ്യം ഓരോ ഐറ്റത്തിനും ഈ ഒരു മാസം മൊത്തത്തിൽ എത്ര ചെലവ് വന്നു എന്ന് നോക്കാം. അതിന് നമുക്ക് വീക്ക് വണ്ണിലെയും വീക്ക് ടൂയിലെയും വീക്ക് ത്രീയിലെയും വീക്ക് ഫോറിലെയും ചെലവ് ആഡ് ചെയ്താൽ മതി, അല്ലേ? ഇപ്പൊ ഫുഡിനാണെങ്കിൽ ഓരോ ആഴ്ചയിലും ഇത്രയും പൈസയായി. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ഒക്ടോബർ മാസത്തിൽ എത്ര ചെലവ് വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ആ ചെലവ് മാത്രം, മൊത്തത്തിലുള്ള ചെലവ് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു ടേബിളിലേക്ക് മാറ്റാം. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു, ഇതെല്ലാം നമുക്ക് ഇനി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്ക് കോപ്പി ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് അമർത്തുന്നു, കോപ്പി ചെയ്യുന്നു. ഇനി എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോകുന്നു, റൈറ്റ് ക്ലിക്ക് അമർത്തുന്നു, പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, അത്രയും കാര്യങ്ങൾ അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ എല്ലാം ടോട്ടൽ എത്രയാന്നുള്ളത് തൊട്ടടുത്ത് തന്നെ രേഖപ്പെടുത്താം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഐറ്റം എന്നുള്ളത് കോപ്പി ചെയ്യുന്നു, അത് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. എളുപ്പത്തിനാണ് ഞാൻ ഇനിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഞാൻ ഗ്രീൻ കളർ കൊടുക്കണം, അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിലിങ്ങനെ റൈറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം സമ്മ് കാണണം. ഫുഡ് ആണെങ്കിൽ ഓരോ ആഴ്ചയും ഇത്രയും ചിലവായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സലിൽ ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പോൾ എനിക്ക് ഈ കോളത്തിലാണ്, ഈ സെല്ലിലാണ് എനിക്ക് ഫുഡിന്റെ മൊത്തം ഈ മാസത്തെ ചെലവുകൾ കിട്ടേണ്ടത്. അപ്പൊ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് കീബോർഡിൽ നമ്മളുടെ ഈക്വൽ എന്ന് പറഞ്ഞ സിമ്പിൾ അടിക്കുന്നു. ഇനി നമുക്ക് സം അല്ലേ കാണാനുള്ളത്, അപ്പോൾ ഞാൻ സം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത്രയും വന്നു. ഇനി ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സാധാരണ കീബോർഡ് ആണെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്തതിന്റെ മുകളിൽ 1 മുതൽ 0 വരെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ നമ്പേഴ്സിന്റെ തന്നെ കീയുടെ മുകളിൽ കുറച്ച് സിമ്പിൾസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ 9 and 0 എന്ന് എഴുതിയിട്ടുള്ള രണ്ട് കീയിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റും കാണാം. അപ്പൊ ആ ബ്രാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് ബട്ടൺ അമർത്തിയിട്ട് 9 അമർത്തുന്നു. അപ്പൊ എനിക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഇനി എനിക്ക് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഈ സെല്ലുകളല്ല എനിക്ക് ആഡ് ചെയ്യേണ്ടത്, വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4. ഞാൻ അത് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് എനിക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്യുന്നു. കണ്ടോ, അപ്പൊ ഇവിടെ B3 മുതൽ E3 വരെയുള്ള ഏരിയ, B3 ആൻഡ് E3, അത്രയും ഏരിയ സെലക്ട് ആയി. ഇനി ഈ ബ്രാക്കറ്റ് എനിക്ക് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷിഫ്റ്റ് ബട്ടൺ അമർത്തിയിട്ട് 0, അത് ബ്രാക്കറ്റ് ക്ലോസ് ആയി. ഇനി നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന്റെ
ഓരോ ആഴ്ചയിലെയും ചെലവായത് മൊത്തം ആഡ് ചെയ്തിട്ട് ഒക്ടോബർ മാസത്തിലെ ഫുഡിന്റെ മൊത്തം ചെലവ് നമുക്കിവിടെ കിട്ടി. ഓക്കെ. ഇനി മാർക്കറ്റിന്റെ എക്സ്പെൻസുകൾ എത്രയാന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നുകിൽ നമുക്ക് നമ്മൾ ഈക്വൽ ബട്ടൺ അമർത്തുന്നു, സമ്മ് അമർത്തുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അതല്ലെങ്കിൽ എക്സൽ നമുക്ക് ഈ നമ്മൾ നേരത്തെ സമ്മ് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസ് ഇങ്ങനെ ഈ സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്ലസ് വന്നു. അപ്പൊ താഴേക്ക് പതുക്കെ ഡ്രാഗ് ചെയ്യുക. അപ്പോ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ഇക്വേഷൻ അടിക്കാതെ തന്നെ നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ആൾക്കാരുടെ സമ്മും നമുക്ക് ഇതിന് തൊട്ട് താഴെയായിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ ഐറ്റത്തിന്റെയും ഈ മാസത്തെ ചെലവ് എത്രയാന്നുള്ളത് നമ്മൾ വേറൊരു ടേബിളിൽ ടോട്ടലായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ടോട്ടൽ എഴുതിയ കോളത്തിന് അല്ലെങ്കിൽ സെല്ലുകൾക്കൊന്നും ബോർഡർ ഇല്ലല്ലോ. നമുക്ക് ബോർഡർ എങ്ങനെ കൊടുക്കാം? നമ്മളിത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ റിബണിൽ പോയിട്ട് ഇതാ നമ്മുടെ ബോർഡേഴ്സിന്റെ ഏരിയ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഇതിൽ സെലക്ട് ചെയ്ത ഓൾ ബോർഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ എല്ലാവർക്കും ബോർഡർ കിട്ടി. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിക്കാം. ഈ മാസത്തെ മൊത്തം എക്സ്പെൻസ് എത്രയെന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സമ്മ് തന്നെയാണ്. ഈക്വൽ സൈൻ അടിക്കുന്നു, സമ്മ് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏതൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അത് മൊത്തം ഇങ്ങനെ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. നമുക്ക് ബോർഡർ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഒക്ടോബർ മാസത്തിൽ നമുക്ക് വന്ന ചെലവുകൾ. നമ്മൾ അതിന്റെ സമ്മ് മാത്രം മൊത്തം ചെലവുകൾ ഒരു ടേബിളിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എളുപ്പമാണ് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ. ഓക്കെ. ഇനി ഈ ചെലവുകളൊക്കെ എനിക്കൊരു ഗ്രാഫായിട്ട് കാണണം. നമുക്ക് അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഒരു ഗ്രാഫിൽ കണ്ടാലല്ലേ. ഓക്കെ, ഇന്ന ഐറ്റത്തിന് ഇത്രയും ചെലവ് വന്നു, അല്ലെങ്കിൽ ഇന്ന ഐറ്റത്തിന് കുറച്ച് കൂടുതൽ ചെലവ് വന്നു. അപ്പൊ അതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ഗ്രാഫായിട്ട് മാറ്റുമെന്ന് വിചാരിക്കാം. അതെങ്ങനെ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ആദ്യം ഈ ഒരു ടേബിൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത മന്ത്ലി എക്സ്പെൻസ് ഓരോ വീക്ക് ബൈ വീക്ക് ആയിട്ടുള്ള ചെലവുകളുടെ ടേബിൾ ആണ് ഗ്രാഫായിട്ട് മാറ്റാൻ പോകുന്നത്. ഞാൻ ആദ്യം ആ ടേബിൾ മുഴുവൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇൻസേർട്ട് കണ്ടോ, ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കോളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചാർട്ടുകളാണ്, പല രീതിയിലുള്ള, നമുക്ക് പല ആവശ്യങ്ങൾക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ചാർട്ട് എന്ന് പറഞ്ഞ ഏരിയയിൽ ഒരുപാട് ചാർട്ടുകൾ ഉണ്ട്. നമുക്ക് ആദ്യം കോളം നോക്കാം. കോളത്തിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ക്ലസ്റ്റേർഡ് കോളം തന്നെ കൊടുത്തു നോക്കാം. അത് കൊടുത്തപ്പോൾ എനിക്ക് ഇതാ ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടി. നമുക്കിവിടെ ചാർട്ട് ടൈറ്റിൽ ഉണ്ട്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് ടൈറ്റിലൊക്കെ മാറ്റാം. ഇവിടെ ചാർട്ട് ടൈറ്റിൽ കൊടുക്കാം, മന്ത്ലി എക്സ്പെൻസ് എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ചാർട്ട് ടൈറ്റിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ട് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ക്ലസ്റ്റേർഡ് കോളമാക്കി മാറ്റിയ സമയത്ത് എനിക്ക് കിട്ടിയ ചാർട്ട്. അപ്പോൾ കണ്ടോ, ഓരോ വീക്കും ഓരോ കളറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വീക്ക് 1 ആണിത്, വീക്ക് 2, വീക്ക് 3, വീക്ക് 4. ഇപ്പൊ ഫുഡ് കണ്ടില്ലേ, ഫുഡ് എല്ലാം ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡിന് വീക്ക് 1 ഇത്രയും ചിലവായി. മൗസ് അവിടെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ ഫുഡിന് വീക്ക് 1 ചിലവായിട്ടുള്ള എമൗണ്ട് കാണിക്കും. വീക്ക് 2 ഇത്രയും ചിലവായി, വീക്ക് 3 ഇത്രയും ചിലവായി, വീക്ക് 4 ഇത്രയും ചിലവായി. അടുത്തത് മാർക്കറ്റ്, അതും ഓരോ വീക്കായിട്ട് ഉള്ള ഗ്രാഫ്. അപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാവും. ഫുഡിന് ഓക്കെ വീക്ക് 1 കമ്പാരിറ്റീവ്ലി കുറച്ചധികം ചിലവായിട്ടുണ്ട്. അതുപോലെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ ഗ്രാഫ് അല്ലേ എളുപ്പം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഇത് മുഴുവൻ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് കൊടുക്കുന്നു. കോളത്തിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാം, അടുത്തത് എന്താന്ന് നോക്കാം. സ്റ്റാക്ഡ് കോളം, സ്റ്റാക്ഡ് കോളം സെലക്ട് ചെയ്യും. അപ്പൊ വേറെ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇപ്പോൾ ഫുഡിന്റെ എല്ലാ ആഴ്ചയും ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫുഡിന് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4. അങ്ങനെ മാർക്കറ്റ്, മെഡിസിൻ, അതെല്ലാം വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള ഗ്രാഫുകൾ
ഇതിൽ കിട്ടും. ഇപ്പോ ഗ്രാഫിനെ പറ്റി എല്ലാവർക്കും ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പൈ ഡയഗ്രം കൂടെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. എന്താണ് പൈ ഡയഗ്രം? എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ആ, നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോ ഞാനൊരു കേക്ക് വാങ്ങി. ഞാനും എൻ്റെ 4 ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഒരു റൗണ്ടിലുള്ള കേക്ക് വാങ്ങി. എന്നിട്ട് ഞങ്ങളത് 4ആയിട്ട് കട്ട് ചെയ്തു. നാല് ഓക്കെ, നമുക്ക് 4 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്യുന്നു വിചാരിക്കാം. എന്നിട്ട് എനിക്ക് അതിലൊരു പീസ് തന്നു. അപ്പൊ മൊത്തം കേക്കിന്റെ 1/4 ഭാഗമല്ലേ എനിക്ക് കിട്ടിയത്, അല്ലേ? എന്റെ ഫ്രണ്ട്, ഞങ്ങൾ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ എന്റെ ഫ്രണ്ടിനും മൊത്തം കേക്കിന്റെ 1/4 ഭാഗം കിട്ടി. അപ്പൊ ഇങ്ങനെ മൊത്തം ചെലവിന്റെ, ഇപ്പൊ നമുക്ക് ഈ ഒരു കേസിലേക്ക് വരാം. ഇപ്പൊ എനിക്ക് മൊത്തം ചെലവായത് ഇത്രയും രൂപയാണ്. അപ്പൊ ഈ മൊത്തം ചെലവിന്റെ എത്ര ഭാഗമാണ് ഫുഡ് ചെലവായത്, മൊത്തം ചെലവിന്റെ എത്ര ഭാഗമാണ് മാർക്കറ്റിൽ ചെലവായത്? അപ്പൊ ഇങ്ങനെ ഒരു അനാലിസിസ് നമുക്ക് നടത്തണം, അല്ലെ? മൊത്തം ചെലവിന്റെ എത്ര എത്ര ഭാഗങ്ങൾ ഓരോ ആൾക്കാരും എടുത്തു. ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്കൊരു പൈ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഇല്ലേ, സം എല്ലാം ആഡ് ചെയ്ത് സം എല്ലാം കണ്ടുപിടിച്ച് നമുക്ക് ആ ടേബിൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇൻസേർട്ടിൽ തന്നെ പോകുന്നു. ഇൻസേർട്ടിൽ പോയിട്ട് നമ്മൾ പൈ എന്ന് പറഞ്ഞ ചാർട്ടിലെ പൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, പൈ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നു. നമ്മളുടെ 2D പൈ ആണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ടാണ് കിട്ടിയത്. നമുക്ക് ചാർട്ടിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മളിത് ആ, മൊത്തം ചാർട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. കാരണം ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. നമുക്ക് ഈ ഐറ്റം എത്രയാണെന്നുള്ളത് മാത്രം മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ എക്സ്പെൻസ് ഒഴികെയുള്ള ഏരിയ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇൻസേർട്ടിൽ പോകുന്നു, ചാർട്ടിൽ പൈ കൊടുക്കുന്നു, 2D പൈ സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോഴാണ് ടോട്ടലിന്റെ എത്ര ഭാഗമാണ് ഓരോരുത്തരും എടുത്തതെന്ന് മനസ്സിലാവുന്നത്. നേരത്തെ നമ്മൾ ഈ ടോട്ടൽ എക്സ്പെൻസും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രം നമുക്ക് കിട്ടി. കണ്ടോ, ഫുഡ് ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ആണെന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ടോട്ടൽ എമൗണ്ട് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ആണെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനാലിസിസ് നമുക്ക് പൈ ഡയഗ്രാം കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ചാർട്ടിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ചാർട്ടിലെ കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചാർട്ട് ടൈറ്റിൽ ടൈറ്റിൽ എന്താണ് നമുക്ക് വേണ്ടത്? മന്ത്ലി എക്സ്പെൻസ് എന്ന് കൊടുക്കാം. ഇനി ടൈറ്റിൽ പൊസിഷൻ നമുക്ക് മാറ്റാം. ഓക്കെ, അതുപോലെ തന്നെ ഫോണ്ട് മാറ്റാം, അതിൽ കളർ ഫില്ല് ചെയ്യാം. ഇങ്ങനെയുള്ള ചാർട്ടിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ചാർട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ടേബിളിലോ മറ്റോ ഉള്ള കുറച്ച് ഡാറ്റകൾ അതിന് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം, അല്ലെ? ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വിഷ്വലി റെപ്രസെന്റ് ചെയ്യണം, ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇത് എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോ ഈ ടേബിൾ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പ് ഓഫ് ചാർട്ടുകളാണ് കണ്ടത്. കോളം കണ്ടു, പൈ ഡയഗ്രം കണ്ടു. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലുള്ള പല രീതിയിലുള്ള ചാർട്ടുകൾ ട്രൈ ചെയ്ത് നോക്കാം. സോ അത്രയുമാണ് ഒരു ഡാറ്റയുടെ വിഷ്വൽ റെപ്രസെന്റേഷൻ എങ്ങനെ നടത്താം എന്നുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എക്സലിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു. അത് വെച്ചിട്ട് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ടേബിൾ വെച്ചിട്ട് തന്നെ അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നമ്മൾ ഈ വീഡിയോയിലും ചെയ്തു. അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് കുറച്ച് സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാം, അതിന് എന്താണ് എക്സൽ നമ്മൾ കൊടുക്കേണ്ട ഫോർമുല, ഈ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. അടുത്തൊരു വീഡിയോയിൽ ഈ സമ്മ് കണ്ടുപിടിക്കാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ആവറേജ് കാണാം, പെർസെൻറ്റേജ് കാണാം, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാം.
ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും കൂടെ എക്സൽ ഉണ്ട്. സോ അത് മാത്രമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. സോ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.